നമസ്കാരം. ആഗോളതലത്തിൽ പ്രതിരോധ മേഖല ഇന്ന് വലിയൊരു മാറ്റത്തിന് സാക്ഷ്യം വഹിക്കുകയാണ്. ലോകമെമ്പാടും നടക്കുന്ന ആധുനിക യുദ്ധങ്ങളും സംഘർഷങ്ങളും നമ്മോട് ഒരു കാര്യം വ്യക്തമായി പറയുന്നുണ്ട്. വലിയ ദൂരപരിധിയുള്ള കൃത്യതയുള്ളതും അത്യാധുനികവുമായ മിസൈൽ സാങ്കേതിക വിദ്യയാണ് ഏതൊരു രാജ്യത്തിൻ്റെയും സുരക്ഷ നിർണ്ണയിക്കുന്നത്. ഒരു കാലത്ത് പ്രതിരോധ സാമഗ്രികൾ വൻതോതിൽ വിദേശത്ത് നിന്ന് ഇറക്കുമതി ചെയ്തിരുന്ന ഇന്ത്യ ഇന്ന് മിസൈൽ നിർമ്മാണത്തിലും കയറ്റുമതിയിലും ലോക ശക്തിയായി വളരുകയാണ്. ആത്മനിർഭർ ഭാരത് എന്ന ആശയത്തിന് ഏറ്റവും വലിയ ഉദാഹരണമായി മാറിക്കഴിഞ്ഞു ഇന്ത്യയുടെ മിസൈൽ സാങ്കേതിക വിദ്യ. റിട്ടയർഡ് എയർ മാർഷൽ അനിൽ ചോപ്ര തയ്യാറാക്കിയ റിപ്പോർട്ടിൽ പറയുന്ന കാര്യങ്ങൾ നമുക്കൊന്ന് പരിശോധിക്കാം. DRDO നയിച്ച മിസൈൽ വികസന പദ്ധതികൾ ഇന്ന് സർക്കാർ മേഖലയിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നില്ല. സ്വകാര്യ പങ്കാളിത്തത്തോടെ വൻകിട നിർമ്മാണ ശൃംഖലയായി ഇത് മാറിക്കഴിഞ്ഞു. ഇതിന്റെ ഏറ്റവും വലിയ തെളിവാണ് ഇന്ത്യയുടെ പ്രതിരോധ കയറ്റുമതിയിലുണ്ടായ വൻ കുതിച്ചുചാട്ടം. സാമ്പത്തിക വർഷം 2026 ഇന്ത്യയുടെ പ്രതിരോധ കയറ്റുമതി 38,424 കോടി രൂപയിലെത്തി നിൽക്കുകയാണ്. മുൻവർഷത്തെ അപേക്ഷിച്ച് 60% വൻ വളർച്ച. ഈ മുന്നേറ്റത്തിൽ ഏറ്റവും വലിയ പങ്ക് വഹിക്കുന്നത് ഇന്ത്യയുടെ സൂപ്പർസോണിക് ക്രൂയിസ് മിസൈലായ ബ്രഹ്മോസും വ്യോമപ്രതിരോധ മിസൈൽ സംവിധാനമായ ആകാശുമാണ്. ഫിലിപ്പീൻസ് അടക്കമുള്ള സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ രാജ്യങ്ങളിലേക്കും സഖ്യ രാജ്യങ്ങളിലേക്കും ബ്രഹ്മോസും ആകാശും വിജയം കണ്ടതോടെ ലോകരാജ്യങ്ങൾ ഇന്ത്യയിലേക്ക് ആദരവോടെ ഉറ്റുനോക്കുകയാണ്. രാജ്യത്തിന്റെ തന്ത്രപ്രധാനമായ സുരക്ഷ ഉറപ്പാക്കുന്നതിൽ അഗ്നി മിസൈൽ പരമ്പരയ്ക്കുള്ള പങ്ക് വളരെ വലുതാണ്. ചെറിയ ദൂരപരിധിയിലുള്ള അഗ്നി 1 മുതൽ 5000 കിലോമീറ്ററിലധികം സഞ്ചരിച്ച് ലക്ഷ്യം കാണാൻ കഴിയുന്ന അഗ്നി 5 ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈൽ പരീക്ഷണങ്ങൾ വരെ ഇന്ത്യ വിജയിപ്പിച്ചു കഴിഞ്ഞു. അടുത്തിടെ അഡ്വാൻസ്ഡ് MIRV ടെക്നോളജി ഉപയോഗിച്ച് ഒരു മിസൈലിൽ നിന്ന് തന്നെ ഒന്നിലധികം ലക്ഷ്യങ്ങൾ ആക്രമിക്കാനാവുന്ന അഗ്നി 5 മിസൈലിന്റെ പരീക്ഷണം ഇന്ത്യ വിജയകരമായി പൂർത്തിയാക്കിയിരുന്നു. കൂടാതെ അണുവായുധ ശേഷിയുള്ള അഗ്നി 4 മിസൈലിന്റെ ഒഡീഷയിലെ ചാന്ദിപ്പൂർ പരീക്ഷണവും സ്ട്രാറ്റജിക് ഫോഴ്സ് കമാൻഡ് വഴി വിജയകരമായി നടത്തി. ഇതിനു പുറമെ അന്തർവാഹിനികളിൽ നിന്ന് തൊടുക്കാവുന്ന K-15, K-4 സാഗരിക മിസൈലുകൾ വഴി കരയിലും ആകാശത്തും കടലിലും ഒരുപോലെ ആറ്റോമിക് ആക്രമണശേഷിയുള്ള ന്യൂക്ലിയർ ട്രയാഡ് കൈവരിക്കാൻ ഇന്ത്യക്കായി. ആകാശമാർഗമുള്ള പോരാട്ടങ്ങളിൽ ഇന്ത്യയുടെ പ്രധാന ആയുധമാണ് അസ്ത്ര മിസൈലുകൾ. ബിയോണ്ട് വിഷ്വൽ റേഞ്ച് എയർ ടു എയർ മിസൈലായ അസ്ത്ര സുഖോയ് 30, MiG-29 തേജസ് യുദ്ധവിമാനങ്ങളിൽ ഘടിപ്പിച്ചു കഴിഞ്ഞു. അസ്ത്ര MK-1, MK-2 കൂടാതെ 350 കിലോമീറ്റർ വരെ ദൂരപരിധിയുള്ള അസ്ത്ര MK-3 ഗാൻഡീവ വികസന ഘട്ടത്തിലാണ്. ലോകത്തിലെ ഏറ്റവും വേഗതയേറിയ സൂപ്പർസോണിക് ക്രൂയിസ് മിസൈലായ ബ്രഹ്മോസിന്റെ കൂടുതൽ കരുത്തുറ്റ വകഭേദങ്ങൾ നിർമ്മിക്കാനുള്ള ഗവേഷണങ്ങളും നടക്കുകയാണ്. പൃഥ്വി, നിർഭയ്, മറ്റ് ഹ്രസ്വദൂര തന്ത്രപ്രധാന മിസൈലുകൾ എന്നിവ വ്യോമസേനയ്ക്കും കരസേനയ്ക്കും മുൻതൂക്കം നൽകുന്നുണ്ട്. ഒരു കാലത്ത് സംയോജിത ഗൈഡഡ് മിസൈൽ വികസന പദ്ധതി വഴി തുടങ്ങിയ നമ്മുടെ യാത്ര ഇന്ന് സ്വകാര്യ വ്യവസായങ്ങളും DRDOയും ചേർന്നുള്ള ശക്തമായ മിസൈൽ ഇൻഡസ്ട്രിയൽ കോംപ്ലക്സായി വളർന്നിരിക്കുകയാണ്. സാങ്കേതിക വിദ്യ ഇറക്കുമതി ചെയ്തിരുന്ന ഒരു രാജ്യത്ത് നിന്ന് ലോകത്തിന് മുൻനിര മിസൈലുകൾ വിതരണം ചെയ്യുന്ന വൻ ശക്തിയായി ഇന്ത്യ മാറുമ്പോൾ അത് സൈനിക മേഖലയ്ക്ക് മാത്രമല്ല, രാജ്യത്തിന്റെ സാമ്പത്തിക വ്യവസ്ഥയ്ക്കും വലിയൊരു ഉണർവാണ് നൽകുന്നത്. ആഗോള പ്രതിരോധ രംഗത്ത് ഭാരതം ഇനി വെറുമൊരു കാഴ്ചക്കാരനല്ല, മറിച്ച് സാങ്കേതിക വിദ്യയും നിർമ്മാണ കരുത്തും കൊണ്ട് ലോകത്തെ നയിക്കുന്ന നായകനായി മാറാൻ പോവുകയാണ്. നിങ്ങൾക്കും നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താം. അപ്പോൾ മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാം. നന്ദി.